തിരുവനന്തപുരം വാളകത്ത് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച തൃശൂർ സ്വദേശിനി നവോമിയുടെ കുടുംബത്തെ കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് കിംസ് ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. മകളുടെ അവയവങ്ങൾ ദാനം ചെയ്ത് 6 പേർക്ക് പുതുജീവൻ നൽകാൻ കുടുംബമെടുത്ത തീരുമാനത്തെ മന്ത്രി അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെത്തിയ മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് നവോമിയുടെ പിതാവ് വിൻസെന്റിനെയും മറ്റു കുടുംബാംഗങ്ങളെയും സന്ദർശിച്ച് ആശ്വസിപ്പിച്ചു. ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ നിമിഷത്തിലും മകളുടെ അവയവങ്ങൾ ദാനം ചെയ്ത് 6 പേർക്ക് പുതുജീവൻ നൽകാനുള്ള കുടുംബത്തിന്റെ തീരുമാനത്തിന് മന്ത്രി നന്ദി രേഖപ്പെടുത്തി. അവയവദാന നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ ആവശ്യമായ ഇടപെടലുകൾ നടത്തിയതായും അദ്ദേഹം വ്യക്തമാക്കി. കൊട്ടാരക്കര വെച്ചാണ് അപകടം ഉണ്ടായത്. അപ്പോൾ ആ സമയം അറിയിച്ച ഘട്ടം മുതൽ ശ്രീ പി സി വിശ്വനാഥ് മിനിസ്റ്റർ അദ്ദേഹം ഇതിൻ്റെ കേസുകളുമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെയും കുട്ടിയുടെ പേരൻസ് അവയവദാനം നടത്താൻ വേണ്ടി തീരുമാനിച്ചതിന് ശേഷം ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ആ കുടുംബം എടുത്തൊരു തീരുമാനമുണ്ട്. തങ്ങളുടെ മകളുടെ അവയവങ്ങളിലൂടെ കുറച്ചധികം ജീവനുകൾ നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് വേഗത്തിലാക്കി കൊടുക്കണം എന്നുള്ളതാണ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെ. ഇപ്പോൾ കുട്ടിയുടെ പാരൻസായിട്ട് സംസാരിച്ചു. പിന്നെ അമ്മ അവിടെ തൃശ്ശൂർ ഹോസ്പിറ്റലിലാണ്, സഹോദരനും ആ ഹോസ്പിറ്റലിൽ തന്നെയാണ്. പിതാവ് ഇവിടെയുണ്ട്, ഇവിടെയുമായിട്ട് സംസാരിച്ചു. അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഹോസ്പിറ്റലുകളിൽ വന്ന് അതിൻ്റെതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുകയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹൃദയം ദാനം ചെയ്യുന്ന ഒരു കാര്യം കൂടി തീരുമാനിച്ചിരുന്നെങ്കിൽ കൂടി അത് സാധിക്കാതെ പോകുന്നൊരു ഘട്ടമുണ്ടായിട്ടുണ്ട്. ലിസി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടിപ്പോൾ ശ്രീചിത്ര ഹോസ്പിറ്റലിൽ നിന്ന് അതിൻ്റെ വാൽവ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ വരുന്നുണ്ട്. 6ഓളം ആളുകൾക്ക് ഒരു പുതുജീവൻ നൽകിയിട്ടാണ് നവോമി ഇവിടെ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കുടുംബത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനായി അമ്മയ്ക്കും സഹോദരനുമൊപ്പം തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് നവോമി അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി തലയ്ക്ക് പരിക്കേറ്റ നവോമിയെ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടെ കുടുംബം അവയവദാനത്തിന് സമ്മതം നൽകുകയായിരുന്നു. നവോമിയുടെ ഹൃദയവാൽവ്, 2 വൃക്കകൾ, കണ്ണുകൾ, രക്തക്കുഴലുകൾ എന്നിവ വിവിധ ആശുപത്രികളിലെ രോഗികൾക്ക് കൈമാറി. ഹൃദയത്തിന് കേടുപാടുകൾ സംഭവിച്ചതിനാൽ ഹൃദയം ദാനം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിനും ശേഷമാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകുക. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന നവോമിയുടെ അമ്മയോടും സഹോദരനോടും മരണവിവരം പിന്നീട് ബന്ധുക്കൾ അറിയിക്കുകയായിരുന്നു. മീഡിയ ടൈം, മാള.